അറിയില്ല കേട്ടോ എന്താണ് ഈ സീസൺ മുഴുവൻ ഇങ്ങനത്തെ കണ്ടന്റ് ആയിരിക്കുമോ? തൊട്ടു തൊട്ടില്ല, പിടിച്ചു പിടിച്ചില്ല. ഇതേ പിന്നെയും തുടങ്ങിയിട്ടുള്ള റെന അവിടെ കിടന്ന് കരയാനായിട്ട്. റെനയും ബിന്നിയുടെ ഗെയിം വെറുതെ കളയരുതട്ടാ. ഇതേ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ വെറുതെ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം. അവിടെ ഒരു എനിക്കറിഞ്ഞൂടാ അത് എന്തിനാണ് റെന പോയി അവിടെ കിടന്ന് അവിടെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയത്. ഒന്നാമത് ബോധമില്ലാത്ത ആള്, പിന്നെ കൂടുതൽ ഉറക്കത്തിൽ വരുന്ന ആള്, എന്ത് ബോധമാണ് ആ മനുഷ്യൻ ഉണ്ടാവുമെന്ന്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചീള് കേസുകളൊക്കെ എടുത്തിട്ട് പ്രശ്നമാക്കാതെ ഗെയിം കളിക്കാൻ നോക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ആര്യൻ എന്നുള്ള വ്യക്തി ശരിക്കും പറഞ്ഞാൽ റിയൽ ആണ് കേട്ടോ. റിയൽ ആണ്, പച്ച മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താണോ അവന്റെ ഇമോഷൻ അതങ്ങനെ കാണിക്കും ആര്യൻ. ഇന്ന് തന്നെ കണ്ടില്ലേ മസ്താനി പോയപ്പോൾ ഇമോഷൻ ഉണ്ടല്ലോ, അത് റിയൽ ഇമോഷനാണ്. അവർക്ക് ശരിക്കും ഫീൽ ചെയ്തു. അപ്പാനി പോയപ്പോൾ മസ്താനി കാണിച്ചിട്ടുള്ള ആ റിയാക്ഷൻ ഉണ്ടല്ലോ, വളരെ മ്ലേച്ഛമായ ഒരു കാര്യമായിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് നോട്ട് അപ്രീഷിയേറ്റഡ്. ഒരു ബിഗ് ബോസ് ഷോയിൽ, ഒരു സ്പോർട്ടീവ് ഷോയിൽ ഒരാൾ ആ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളത് എടുക്കരുതെന്ന് ഞാൻ പറയാം. അതേ കാര്യം തന്നെ ഞാൻ ഇവിടെയും പറയുന്നുണ്ട്. ഇന്ന് ആരും കാണിച്ചത് കറക്റ്റ് ആണോ വെച്ചാൽ ഞാനല്ല എന്ന് പറയും. അവരും ആര്യനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അത് അനുമോള് പറയുന്നത് കറക്റ്റാണ്. അത് കാണിക്കേണ്ടിയിരുന്നില്ല. അവര് കാണിച്ചെന്ന് വെച്ചാൽ നിങ്ങളും കാണിക്കേണ്ട ആവശ്യമില്ല. അത് പക്ഷെ അവർ കാണിക്കും. ആര്യൻ എന്നുള്ള വ്യക്തി അങ്ങനെയാണ്. ജിസേൽ അതിനൂടെ കൂടിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി ആര്യനും ജിസേൽ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷെ രണ്ടുപേരും റോങ് ആണ്. ആ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയും, ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോരുമ്പം ആരായിക്കോട്ടെ അവരെത്ര മോശമായിട്ട് ചെയ്താലും അവര് പോകുമ്പോൾ ഇതേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം? പക്ഷെ അവരുടെ ആ ടീമിന്റെ റിവെഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രവീൺ പോയപ്പം പുള്ളിക്കാരി ഭയങ്കര കരച്ചില്. അപ്പൊ പറഞ്ഞ ജിസേലിൽ ഒരു ഡയലോഗ് ഉണ്ട്, മസ്താനിക്ക് ശരിക്കും അതങ്ങ് കൊണ്ടു കേട്ടോ. കാരണം ജിസേല് അതാണ് മസ്താനി തിരിഞ്ഞു പോലും നോക്കാതെ രണ്ടുപേരോട് മാത്രം ഹാൻഡ് ഷേക്കിന്, അതായത് ജിഷിനും ലക്ഷ്മിയോട് മാത്രം ബൈ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും മുഖത്ത് പോലും നോക്കാതെ പോയത്. അതുകൊണ്ടാണ് ജിസേല് പറഞ്ഞു. പ്രവീൺ പോയപ്പം ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. ആ സമയം ഞങ്ങളുടെ ശരത്ത് പോയപ്പം ഞങ്ങൾ കരഞ്ഞപ്പം മസ്താനി ചിരിച്ചു. ഇമോഷണലിന് ഒട്ടും വില കൊടുത്തില്ല. ഇന്ന് കരഞ്ഞല്ലോ, 2 ആഴ്ച പരിചയമുള്ള ഒരാളെ കണ്ടപ്പം, 2 ആഴ്ച പരിചയമുള്ള ഒരാൾ പോയപ്പം മസ്താനി എന്തുകൊണ്ട് കരഞ്ഞു? അത് ജസ്റ്റ് നല്ലൊരു പോയിന്റാണ് ജിസിൽ പറഞ്ഞത്. അത് മസ്താനിക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോലും നോക്കാതെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയത് കേട്ടോ. അതാണ് മസ്താനിയുടെ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഗെയിം ഉണ്ടല്ലോ, വന്ന ഡേ തൊട്ട് ഒരു ഗെയിം 0 ആക്കി കൊണ്ടുപോയ ഒരു ആളാണ് മസ്താനി.